യോഗ നടപടികൾ ഉദ്ഘാടനം ചെയ്ത സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ വാക്കബി അവറുകളെ, NDF-നെ താത്വികമായി നയപരമായ വിഷയങ്ങൾ വിശദീകരിച്ച തേജസ് പത്രത്തിന്റെ എഡിറ്ററും മുഖ്യപ്രഭാഷകനുമായ കോയ സാഹിബ്, വേദിയിലും സദസ്സിലുമുള്ള സഹോദരന്മാരെ, പ്രിയപ്പെട്ട നാട്ടിലെ കാരണവന്മാരെ, സഹോദരൻ, പ്രപഞ്ചനാഥന്റെ അനുഗ്രഹം നമ്മളിൽ സദാ വർഷിക്കുമാറാവട്ടെ. ഇന്ന് കാലത്ത് കരിങ്കല്ലത്താണിയിൽ നിന്നും പ്രയാണം ആരംഭിച്ച വാഹനജാഥ ഇവിടെ സമാപിക്കുകയാണ്. അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഒരുപാട് ആളുകളിൽ പ്രതിരോധം അപരാധമല്ല ഈ സന്ദേശം അവരുടെ മനസ്സുകളിൽ ഒരു പുത്തൻ ഉണർവുണ്ടാക്കിക്കൊണ്ട് ഞങ്ങൾ മുന്നേറുമ്പോൾ ഇതുപോലെ ഒരു ജാഥ അങ്ങ് തിരൂരിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, വിമർശനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത, യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ പുറംതിരിഞ്ഞു നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാർ, ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ ആശയ പ്രചരണവുമായി തിരൂരിലെ കൂട്ടായിലൂടെ മുന്നേറുമ്പോൾ ഞങ്ങളുടെ പ്രവർത്തകന്മാർക്ക് നേരെ മാരകായുധങ്ങളുമായി ചെല്ലുകയും അവരെ അടിച്ചൊതുക്കുകയും അവരെ പരിക്കേൽപ്പിക്കുകയും ചെയ്ത വിവരം നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് സംസ്ഥാനത്തിൽ ഭരണത്തിലിരിക്കുമ്പോൾ ആ പാർട്ടി ഇവിടുത്തെ മുസ്ലിം ജനവിഭാഗത്തോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന നിഷേധാത്മകമായ നിലപാടിനെക്കുറിച്ച് ഞങ്ങൾ സംസ്ഥാനത്ത് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ നിഷേധാത്മകമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുസ്ലിം വിരോധം തനക്ക് പിടിച്ചതുകൊണ്ട് മുസ്ലിംകളിൽ നിന്നുള്ള ഒരു വിഭാഗത്തെ ഉപയോഗപ്പെടുത്തി മുസ്ലിം താൽപര്യം നിലനിൽക്കുന്ന മേഖലകളിൽ കലാപവും കുഴപ്പവും സൃഷ്ടിച്ചു മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പറവണ്ണയും കൂട്ടായിലും സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളായി DYFIയുടെ പ്രവർത്തകന്മാർ ഇവിടെ റാലിയും പരേഡുകളും സംഘടിപ്പിക്കുമ്പോഴും അവരുടെ ആളുകൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാർ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരെ അടിക്കുകയും ഒതുക്കുകയും ചെയ്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു കളിക്കുകയായിരുന്നു. നമുക്കറിയാം, ആ ഒരു രീതിയിലെവിടെയാണ് NDF-ന്റെ ആശയ പ്രചരണത്തെ തടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ഞങ്ങൾ വിനയത്തോടുകൂടി ചോദിക്കട്ടെ, ഒരു വിപ്ലവ പ്രസ്ഥാനത്തിന്റെ ആശയ പ്രചരണത്തെ ഏതെങ്കിലും ഒരു വടി കൊണ്ടടിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഒതുക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് ഇതിനെ നശിപ്പിക്കാൻ കഴിയില്ല. ആണത്തത്തോടുകൂടി ഞങ്ങൾ പറയുന്നു, കണ്ണൂരിൽ പ്രതിരോധം അപരാധമല്ല എന്ന പ്രമേയം ഞങ്ങൾ വിശദീകരിച്ചു. ഞങ്ങളുടെ പ്രാസംഗികന്മാരുടെയും പ്രവർത്തകന്മാരുടെയും ശരീരത്തിൽ ഒരു മണൽത്തരി പോലും വീഴാതെ ഞങ്ങൾ പ്രചരണം നടത്തിയിട്ടുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയുടെ മുക്കുമൂലകളെ ചുവപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സകല കോട്ടളങ്ങളെയും തല്ലി തകർത്തുകൊണ്ട് ന്യൂനപക്ഷ വിശ്വാസികളുടെ മനസ്സിൽ, മുസ്ലിംകളുടെ മനസ്സിൽ നവാവേശം സൃഷ്ടിച്ചുകൊണ്ട് NDF ചരിത്രം രചിക്കുക തന്നെ ചെയ്യും. അതിനെ തടുക്കുന്നത് താൻ നിങ്ങൾക്കാകില്ല എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുക. ഞങ്ങൾക്കറിയാം, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി സാമ്രാജ്യത്വ വിരുദ്ധത്തിന്റെ പ്രതീകമായി ഇവിടെ സദ്ദാം ഹുസൈന്റെ ഫോട്ടോ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്തവകാശമുണ്ട് സാമ്രാജ്യത്വ വിരുദ്ധം പറയാൻ? സാമ്രാജ്യത്വത്തിന് വേണ്ട സകല വിടുവേലകളും ചെയ്തു സാമ്രാജ്യത്വ കുത്തക മുതലാളിമാരെ നിങ്ങൾ പച്ചപ്പരവതാനി വിരിച്ച് നിങ്ങൾക്ക് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിലേക്ക് വിളിച്ചു വരുത്തുന്ന നിങ്ങൾ ആശയ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ നിൽക്കുമ്പോഴാണ് ലോകത്ത് സാമ്രാജ്യത്വത്തെ പ്രതിരോധിച്ച് ഇന്ന് നിൽക്കുന്ന ഏക പ്രത്യയശാസ്ത്രം അത് വിശുദ്ധ ഇസ്ലാം മാത്രമാണ്. ആ വിശുദ്ധ ഇസ്ലാമിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് അമേരിക്കയുടെ കിരാതമായ ആക്രമണ പ്രവർത്തനത്തിന്റെ ഇരയായി ഇറാഖിന്റെ പ്രസിഡന്റ് സദ്ദാം ഹുസൈൻ തൂക്കുമരത്തിലേക്ക് അടുത്തു ചെന്നപ്പോ ഏറ്റവും നമ്മളെ സ്വാധീനിക്കുന്ന ആ ഫോട്ടോ വെച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോൾ പ്രചരണ പ്രവർത്തനവുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഖാക്കളെ, നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, നിങ്ങൾ ആ ഫോട്ടോയുടെ പൂർണ്ണരൂപം പ്രസിദ്ധീകരിക്കണം. സദ്ദാം ഹുസൈയുടെ പകുതി ഭാഗമേ നിങ്ങൾ പ്രദർശിപ്പിക്കുന്നുള്ളൂ. സദ്ദാമിന്റെ വലത്തെ കയ്യിൽ ശുദ്ധിയോടുകൂടി പിടിച്ച വിശുദ്ധ ഖുർആന്റെ ഒരു കോപ്പിയുണ്ട്. മൂലധനമല്ല സഖാക്കളെ, സദ്ദാം ഹുസൈൻ തൂക്കുമരത്തിലേക്ക് ചെല്ലുമ്പോൾ പിടിച്ചത്, അദ്ദേഹം ഒരുമിച്ചത് ഈ ഗുലാബ് സിന്ദാബ എന്ന് പറഞ്ഞുകൊണ്ടല്ല അദ്ദേഹം മരണം പുൽകിയത്.
അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് സാമ്രാജ്യത്വത്തിന്റെ ഇരയായി സദ്ദാം ലോകത്തോട് വിട പറഞ്ഞത്. ആ സദ്ദാമിന്റെ ഫോട്ടോ വെച്ച് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ സ്വാധീനമർപ്പിക്കാൻ വരുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയോട് ഞങ്ങൾ ചോദിക്കട്ടെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരു പ്രവർത്തകൻ തലശ്ശേരിയിൽ ഫസൽ സാഹിബ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവർത്തകൻ കഴിഞ്ഞ പെരുന്നാളിന്റെ ഒരു ദിവസം മുൻപ് വീട്ടിൽ നിന്ന് അത്തായം കഴിച്ച് നോമ്പെടുക്കുന്നതിന് വേണ്ടി നെയ്യത്ത് കരുതി പള്ളിയിലേക്ക് എഴുതിക്കാതിരിക്കാൻ വേണ്ടി പുറപ്പെട്ടപ്പോ സുബഹിയുടെ തൊട്ടു മുമ്പ് വീട്ടിൽ നിന്ന് അത്തായം കഴിച്ച് പുറപ്പെട്ട ഫസൽ സാഹിബിനെ വധിച്ചിട്ട് 6 മാസം കഴിഞ്ഞു. കോടിയേരി ബാലകൃഷ്ണൻ നമ്പ്യാരുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ നിയോജക മണ്ഡലത്തിലെ ഹൃദയഭാഗത്ത് വെച്ച് തലശ്ശേരിയിൽ വെച്ച് എന്താണ് നിങ്ങൾ പ്രതികളെ പിടികൂടാത്തത്? RSSകാരാണെന്നാണ് CPM-കാർ പറഞ്ഞത്. RSSകാരാണെങ്കിൽ എന്തേ നിങ്ങൾക്ക് പിടിച്ചുകൂടായിരുന്നില്ലേ? പക്ഷെ ഇതുവരെ പിടിച്ചിട്ടില്ല. അന്വേഷണം ഏകദേശം അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഒക്കെയും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ മാറ്റി അന്വേഷണം അട്ടിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ CBIക്ക് കൊടുക്കണമെന്ന് ഞങ്ങൾ പറയുമ്പോഴും അവിടെ വിലങ്ങുതടിയായി ഭരണവർഗം തടസ്സം നിന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്, ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരനെ വധിച്ചു കളഞ്ഞത് CPM ആണെന്ന് ന്യായമായും ഞങ്ങൾ സംശയിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാരോടും നേതൃത്വത്തോടും ഞങ്ങൾ വിനയത്തോടുകൂടി സ്നേഹത്തോടുകൂടി തന്നെ പറയട്ടെ, കടം വെച്ചേച്ച് മരിച്ചു പോകാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല. ഇൻഷാ അല്ലാഹ് അത്തരം കടങ്ങളൊക്കെയും കൃത്യമായി തീർത്ത് തന്നെയായിരിക്കും ഞങ്ങളുടെ പ്രവർത്തകന്മാർ ഇവിടെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾ മരിച്ചു പോകൂ എന്ന് ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ആദർശം കൊണ്ട് നേരിടണം. പകരം അപവാദ പ്രചരണങ്ങളും അസത്യ ജൽപ്പനങ്ങളും നടത്തിയിട്ടല്ല സഖാക്കളെ ആദർശത്തെ നേരിടേണ്ടത്. 24 മണിക്കൂർ കൊണ്ട് LDF-നെ മൂക്കിൽ വലിച്ചു കളയുമെന്നാണ് സഖാവ് TK ഹംസ പ്രസംഗിച്ച് നടക്കുന്നത്. അതിവേഗതയിൽ LDF-നെ നശിപ്പിക്കാൻ കേവലം 24 മണിക്കൂർ മതിയത്രേ. കുറച്ച് സമയം അനുവദിക്കുമെങ്കിൽ സാവകാശമായി ഞങ്ങൾ 4 വർഷം കൊണ്ട് LDF-നെ നാമാവിശേഷമാക്കി തരാം എന്ന് പ്രതിജ്ഞയെടുത്തുകൊണ്ടാണ് TK ഹംസ ഇപ്പൊ വ്യാപകമായി പ്രസംഗിച്ച് നടക്കുന്നത്. വിപ്ലവത്തെക്കുറിച്ച് അറിയില്ല അദ്ദേഹത്തിന് എന്നേ ഞങ്ങൾ പറയുന്നുള്ളൂ. ആയകാലം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി വിപ്ലവ രംഗത്ത് സജീവമായി നിന്ന ഘട്ടത്തിൽ കോൺഗ്രസിന്റെ അധികാര ശീതള ഛായയിലായിരുന്നു TK ഹംസ. അന്ന് കോൺഗ്രസിനോടൊപ്പം നിന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വിപ്ലവത്തിൽ മേധാവിത്വം കിട്ടി അല്പസ്വല്പം അധികാരം കിട്ടിയപ്പോ അന്ന് കോൺഗ്രസിൽ നിന്ന് വിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേക്കേറി വിപ്ലവത്തെ പെട്ടെന്ന് നശിപ്പിച്ച് കളയാമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിന്റെ ഭാഗമാണ് ഞങ്ങളുടെ നേതാക്കന്മാരെ പോലീസ് കസ്റ്റഡിയിൽ പിടിച്ചെടുത്തതെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി. പണ്ട് ICS അബ്ദുൽ നാസർ മഅ്ദനി എന്ന മതപണ്ഡിതനെ പിടിച്ച് കോയമ്പത്തൂർ ജയിലിലടച്ചത്, ഭീകരവാദവും തീവ്രവാദവും ആരോപിച്ച് അദ്ദേഹത്തെ ജയിലിലടച്ചത് തന്റെ ഭരണനേട്ടമായി EK നായനാര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ LDF-നെ ഇല്ലാതാക്കിയത്, LDF-നെ നശിപ്പിച്ചത് എന്റെ ഭരണനേട്ടമായി എന്ന് VS അച്യുതാനന്ദന് പറയേണ്ട ഒരവസ്ഥ LDF-കാര് ഉണ്ടാക്കില്ല എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്നുകൂടി പറയട്ടെ, 8 വർഷമുള്ള കേരളമല്ല ഇന്നത്തെ മുസ്ലിം കേരളമെന്ന് ഓർമ്മപ്പെടുത്താൻ കൂടി ഞാൻ ആഗ്രഹിക്കുന്നു. എന്തെങ്കിലും മുസ്ലിം വേട്ട നടത്തിയാൽ കൃത്യമായി ഇവിടുത്തെ ജനമനസ്സുകളിൽ വന്നുകൊണ്ട് അതിന്റെ യാഥാർത്ഥ്യം ഞങ്ങൾ പറയും. ഞങ്ങൾക്ക് കക്ഷി രാഷ്ട്രീയത്തിന്റെ വ്യത്യാസങ്ങളില്ല. ജമാഅത്ത് ആസ്ഥാനം റെയ്ഡ് ചെയ്താൽ LDF ഇടപെടും, അത് മുസ്ലിം വേട്ടയാണെന്ന് ഞങ്ങൾ പറയും. സിമിയുടെ പേരിൽ ചെറുപ്പക്കാർ വേട്ടയാടപ്പെട്ടാൽ അവിടെ ഞങ്ങൾ ഇടപെടും. കമ്മ്യൂണിസ്റ്റുകാരാ ഞങ്ങൾ ഇടപെട്ടുകൊണ്ടേയിരിക്കും. ഏതെങ്കിലും മുസ്ലിം വ്യക്തികൾ തീവ്രവാദം ആരോപിച്ചുകൊണ്ട് ലെറ്റർ ബോംബിന്റെ പേരിൽ വേട്ടയാടപ്പെട്ടാൽ ഇത് മുസ്ലിം വേട്ടയാണെന്ന് ഞങ്ങൾ പറയും. കോയ എന്ന ഒരു പേരുള്ളത് കൊണ്ട് ഒരു കളിത്തോക്ക് കൊണ്ടുവന്നതിന്റെ പേരിൽ തീവ്രവാദം ശക്തിപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അത് മുസ്ലിം സമുദായത്തെ അപകടപ്പെടുത്തുവാനുള്ള കമ്മ്യൂണിസത്തിന്റെ തന്ത്രമാണ് എന്ന് ഞങ്ങൾ പറയും. അവിടെ ജമാഅത്ത് ആസ്ഥാനം ആക്രമിക്കുമ്പോ അവർ അതനുഭവിക്കേണ്ടവരും കേരളത്തിലെ തീവ്രവാദ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നവരുമാണ് എന്ന് പറയുന്ന സ്വഭാവം LDF-നില്ല. LDF
ആ LDF-നെ ജമാഅത്തെ ഇസ്ലാമി വിമർശിക്കുന്നുണ്ട്. പക്ഷേ അതിന്റെ പേരിൽ മറ്റൊരാളാൽ ജമാഅത്ത് പ്രസ്ഥാനത്തെ എന്തെങ്കിലും അർത്ഥത്തിൽ പ്രയാസമുണ്ടാക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ മനസ്സ് വേദനിക്കും. മാറാട് കേസിന്റെ പേരിൽ മായിൻ ഹാജി എന്ന മുസ്ലിം ലീഗിന്റെ നേതാവും മുസ്ലിം ലീഗ് പ്രസ്ഥാനവും പ്രതിക്കൂട്ടിൽ നിർത്തപ്പെട്ടപ്പോ അവിടെ ശക്തമായി രംഗത്ത് വന്നത് തേജസ് ദ്വൈവാരികയും LDF പ്രവർത്തകരുമാണ് എന്ന് ഈ നാട്ടിലെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ ഓർക്കണം. ഇവിടുത്തെ മുസ്ലിംകൾക്ക് വേണ്ടി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്ന കേരളത്തിലെ പ്രബലനായ ഒരു മതപണ്ഡിതനെ ചേകനൂർ വധവുമായി ബന്ധപ്പെടുത്തി CBI കേസിൽ കൊടുക്കാൻ ശ്രമിച്ചപ്പോ അതിനെതിരെ രംഗത്ത് വന്ന് പ്രകടനങ്ങൾ നടത്തിയത് ഞങ്ങളായിരുന്നു എന്ന് ഞങ്ങൾക്ക് പക്ഷപാതിത്വമില്ല. മുസ്ലിം വേട്ടാര് നടത്തിയാലും ഇവിടുത്തെ ഇസ്ലാമിനെതിരെ മുസ്ലിംകൾക്കെതിരെ ആര് രംഗത്ത് വന്നാലും അവരുടെ ഗ്രൂപ്പ് നോക്കാതെ പ്രതിരോധത്തിന്റെ മതിൽക്കെട്ടുകൾ സൃഷ്ടിക്കുക എന്നിടത്താണ് LDF നിൽക്കുന്നത്. ഈ നാട്ടിലെ 70% വരുന്ന സാധാരണക്കാരനായ ഇവിടുത്തെ മാപ്പിള രക്തം ചിരകളിലോടുന്ന കാരണവന്മാരോട് നാട്ടിലെ ജനങ്ങളോടാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. അപവാദ പ്രചരണങ്ങളും അസത്യ ജൽപ്പനങ്ങളും അടിച്ചുവിട്ട് ഈ പ്രസ്ഥാനത്തെ ഊതിക്കെടുത്താൻ ശ്രമിക്കുമ്പോ ഞങ്ങൾ തിരിച്ചു ചോദിക്കട്ടെ, 70% വരുന്ന ഇവിടുത്തെ സാധാരണ ആളുകൾ ചോദിക്കണം, LDF എന്ത് പാതകമാണ് ചെയ്തത്? ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ ഒന്നിച്ചു നിൽക്കണമെന്ന് പറഞ്ഞതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? ഭിന്നിക്കരുത് എന്ന് ഞങ്ങൾ സമുദായ സംഘടനകളോട് പറയട്ടെ. പ്രിയപ്പെട്ടവരെ, എന്ന് നിങ്ങൾ സമുദായത്തോടൊപ്പം നിൽക്കുന്നു അന്ന് നിങ്ങളുടെ സമുദായം അംഗീകരിക്കും. നിങ്ങൾക്കറിയില്ലേ, കായിദേ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് എന്ന് പറയുന്ന ദീർഘവീക്ഷണമുള്ള ഒരു മഹാമനുഷ്യൻ ഈ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ മലബാർ വേഗത്ത് വന്നുകൊണ്ട് നമ്മളോട് പറഞ്ഞു, അള്ളാഹുവിന്റെ പാർശ്വത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക, നിങ്ങൾ ഭിന്നിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക സാഹോദര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഐക്യപ്പെടാനും രാഷ്ട്രീയ ശാക്തീകരണ മേഖലയിൽ നാം ഒന്നിക്കണമെന്ന് പറഞ്ഞപ്പോ മലബാറിലെ മാപ്പിള മക്കൾ ആ ശബ്ദത്തിന്റെ ഒപ്പം അണിനിരന്നു. ഒരു ശക്തിയായി മണ്ഡലം തൊടാതെ ജയിച്ചു കയറുകയായിരുന്നു. കായിദേ മില്ലത്ത് മറ്റു വാഗ്ദാനങ്ങളൊന്നും കൊടുത്തില്ല. വിമാനത്താവളങ്ങളോ റോഡുകളോ കോളേജുകളോ സ്കൂളുകളോ ഒന്നും തരാമെന്നല്ല കായിദേ മില്ലത്ത് ഇവിടുത്തെ മാപ്പിളമാരോട് പറഞ്ഞത്. വഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമിഅ എന്ന സന്ദേശം പറഞ്ഞപ്പോ, സമുദായത്തിന് വേണ്ടി സംസാരിച്ചപ്പോ കായിദേ മില്ലത്തിന്റെ കൂടെ എല്ലാവരും ഇവിടുത്തെ ജനങ്ങൾ കൂടി വലിയ വലിയ പ്രതാപം ആ രാഷ്ട്രീയ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുണ്ടായി. പക്ഷേ ഇപ്പോൾ ചില ആളുകൾ, നമുക്കറിയാമല്ലോ, ആ പാർട്ടി ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹിമാൻ ബാപ്പുട്ടി തങ്ങൾ ആ കൂട്ടായ്മയ്ക്ക് ശക്തി പകർന്നു എങ്കിൽ ആ പാർട്ടി ഇന്ന് പരമാവധി സമുദായത്തിൽ നിന്ന് ആരൊക്കെ മാറ്റി നിർത്താൻ പറ്റുമെന്നതിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. വേദനയുണ്ട് പ്രിയപ്പെട്ടവരെ, പ്രയാസമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്ന കേരളത്തിലെ ഒരു പ്രബല മതപണ്ഡിത സംഘടനയിൽ അഭിപ്രായ വ്യത്യാസം വന്നപ്പോ മധ്യസ്ഥ റോഡിൽ ഇടപെടേണ്ടിയിരുന്ന മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം ചില ഉപജാപ സംഘങ്ങളുടെ വലയിൽപ്പെട്ട് പക്ഷപാതിത്വത്തോടുകൂടി ഇടപെട്ടു. എറണാകുളം സമ്മേളനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്ത് സംഭവിച്ചു? മുസ്ലിം ലീഗ് എന്ന മുസ്ലിംകളുടെ മൊത്തത്തിലുള്ള ഒരു രാഷ്ട്രീയ വേദിയിൽ നിന്നും ഒരു പ്രബല വിഭാഗം പിണങ്ങിപ്പോയി. ആ പിണങ്ങിപ്പോയവർ പിന്നീട് ലീഗിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. ഈ സംഭവം മനസ്സിലാക്കാതെയാണ് ഇന്നും LDF-നെ വിമർശിക്കാൻ വേണ്ടി ചില വയനാടിന്റെ മലമടക്കുകളിൽ നിന്ന് ചില ആളുകൾ വന്നുകൊണ്ട് ഇവിടുത്തെ പഴയകാല ആളുകളുടെ പോരാട്ട വീര്യങ്ങളൊന്നും പഠിക്കാതെ, ചരിത്രമൊന്നും ഉൾക്കൊള്ളാതെ മലപ്പുറത്തിന്റെ പവിത്രമായ മണ്ണിൽ വന്നുകൊണ്ട് ജില്ലാ സമ്മേളനത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് എന്ത് ഷഹാദത്ത്, എന്ത് ജിഹാദ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളർന്നു വരുന്ന തലമുറയിലെ പ്രതികരണ ശേഷിയെ ശാന്തീകരിച്ച് ബ്രോയിലർ കോഴികളാക്കി മാറ്റാൻ മുസ്ലിം ജനതയ്ക്കിടയിൽ ശാന്തീകരണ പ്രവർത്തനങ്ങളും ഭീരുക്കളുമാക്കി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നാട്ടുകാർ തിരിച്ചറിയണം. വ്യാപകമായി ഇതിനെയും മാറ്റി നിർത്തിയാൽ പിന്നെ ആരുണ്ട്? നമ്മൾ ഇന്ന് ഓരോരുത്തരും അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചപ്പോ മുസ്ലിങ്ങൾ അവരംഗീകരിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഉഹദിൽ പങ്കെടുത്തവർ സച്ചിനെ
അനുഗ്രഹീതരായ സഹാബത്തിന് തെറ്റുപറ്റി എന്ന് പരസ്യ പ്രസ്താവനകൾ നടത്തി പ്രസംഗിച്ച് നടക്കുന്നവരെ സമുദായം അംഗീകരിക്കണമെന്ന് ഏതെങ്കിലും ഒരു ലിസ്റ്റ് ഒരാൾ പ്രഖ്യാപിച്ചു, അല്ലെങ്കിൽ ഒരു ഉന്നത കുടുംബത്തിലെ ഒരു വ്യക്തി പ്രഖ്യാപിച്ചു എന്നതുകൊണ്ട് സമുദായം അംഗീകരിച്ചോളണമെന്നില്ല. അടിച്ചേൽപ്പിച്ചതുകൊണ്ട് സമുദായം അത് ഏറ്റെടുത്തോളണമെന്നില്ല. സമുദായത്തിന്റെ മനസ്സിലേക്ക് ജീവിക്കാൻ വന്നാൽ ഈ സമുദായം തിരിച്ചും അംഗീകരിക്കും. അതാണ് നമുക്ക് ഇരവിപുരത്ത് കാണാൻ കഴിഞ്ഞത്. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി ജയിക്കുകയും തോൽക്കുകയും ചെയ്തത് തുച്ഛം വോട്ടിനാണ്. PKK ബാബാ സാഹിബ് ജയിച്ചത് 100 ചില്ലറ വോട്ടിനാണ്. ടി എ അഹമ്മദ് കബീർ തോറ്റത് 2 വോട്ടുകൾക്കാണ്. ആ മണ്ഡലത്തിൽ നിന്നും സംസ്ഥാനത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന 26,000 വരം വരുന്ന മഹാഭൂരിപക്ഷത്തിന് തോറ്റമ്പി ഓടേണ്ടി വന്നത് സമുദായത്തിന്റെ മനസ്സിനെ വേദനിപ്പിച്ചതുകൊണ്ടാണ്. പാർട്ടിയുടെ പേരിൽ മുസ്ലിമുണ്ട് എന്നതുകൊണ്ട് സമുദായം അംഗീകരിച്ചോളണമില്ല എന്നതിന് ശക്തമായ ഒരു തെളിവായി ഞങ്ങൾ ഉദ്ധരിക്കുന്നു. അതുകൊണ്ട് മുസ്ലിം ചെറുപ്പക്കാരെ ഞങ്ങൾക്ക് നിങ്ങൾ അങ്ങനെ പറഞ്ഞു എന്നതുകൊണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു കാര്യം ഞങ്ങൾ ഈ നാട്ടിലെ കാരണവന്മാരോട് ഓർമ്മപ്പെടുത്തുന്നു. കാരണവന്മാരെ, നിങ്ങളാണ് ഞങ്ങൾക്ക് കഴിഞ്ഞ കാല തലമുറയുടെ ചരിത്രം പറഞ്ഞു തന്നത്. മഹാനായ വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ വെടിവെക്കുന്ന സന്ദർഭത്തിൽ ബ്രിട്ടീഷുകാരോട് അദ്ദേഹം ഒരു അഭ്യർത്ഥന നടത്തി. എന്നെ പിന്നിൽ നിന്ന് നിങ്ങൾ വെടിവെക്കരുത്. കാരണം പിന്നിൽ നിന്ന് വെടിവെച്ചാൽ ഞാൻ പേടിച്ചോടുമ്പോ വെടിവെച്ച് മരിച്ചതാണ് എന്ന് ചരിത്രം പറയും. അതാകുമ്പോ ഞാൻ ഭീരുവാകും. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ മുന്നിൽ നിന്ന് വെക്കടാ വെടി എന്ന് പറഞ്ഞുകൊണ്ട് മാറത്തേക്ക് വെടിയുണ്ടകൾ സന്തോഷത്തോടുകൂടി സ്വീകരിച്ച് രക്തസാക്ഷിയായി ആരുടെ മുമ്പിലും ഒതുങ്ങിത്തരാൻ സന്നദ്ധമല്ല എന്ന് പ്രഖ്യാപിച്ച വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ അവരുടെ രക്തമാണ് സിരകളിലോടുന്നത്. അതുപോലെ നികുതി നിഷേധത്തിന്റെ ശക്തമായ പ്രഖ്യാപനം നടത്തിയ ബ്രിട്ടീഷുകാരിൽ നികുതി ചോദിച്ചപ്പോ തരില്ലടാ നിനക്ക് നികുതി എന്ന് പറഞ്ഞുകൊണ്ട് നീതി നിഷേധ പ്രഖ്യാപനം നടത്തിയ വലിയങ്കോട് ഉമർ ഖാലി എന്ന മഹാമനുഷ്യന്റെ പാരമ്പര്യത്തിലും അവരുടെ സമുദായത്തിലും പിറന്ന ചുണക്കുട്ടികളെയാണ് ശണ്ഡീകരിക്കാൻ ജിഹാദ് പറഞ്ഞുകൊണ്ട് പോലീസിനെ പറഞ്ഞുകൊണ്ട് പീഡിപ്പിക്കുന്നത്. ലീഗുകാരൊക്കെ തിരൂര് പല ഭാഗങ്ങളിലുമൊക്കെ ആ പോലീസ് പിടിച്ചുകൊണ്ട് പോകുമ്പോത്തിന് വീടുകളിൽ വന്നുകൊണ്ട് പീഡിപ്പിക്കുകയാണ്. മാറാട് പ്രതികളെ പോലെയാകും, മൗദലിയെ പോലെയാകും, പുറത്തിറങ്ങാൻ കഴിയില്ല. സ്റ്റേഷനാക്രമണത്തിൽ പിടിക്കപ്പെട്ട പ്രതികൾ ജാമ്യം കിട്ടിയിട്ടാൽ മറ്റു സഹോദരന്മാരെയും സംഘടനാ ഓഫീസിലൊക്കെ പോയി കുടുംബത്തിലൊക്കെ പോയതിനു ശേഷം മാത്രം നേതാക്കന്മാരെ വീട്ടിൽ പ്രത്യേകിച്ച് സലാം പറഞ്ഞുകൊണ്ട് കടന്നു ചെന്നു. ഞങ്ങൾ ഇതാ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് പറയാൻ ആരെയാണ് പോലീസ് സ്റ്റേഷനും ജയിലും പറഞ്ഞ് നിങ്ങൾ പീഡിപ്പിക്കുന്നത്? നിങ്ങൾക്കറിയുമോ, നിങ്ങളുടെ നേതാവ് പാണക്കാട് PMSA പൂക്കോയ തങ്ങളോട് വന്നുകൊണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് ചോദിച്ചു, തങ്ങൾ ലീഗ് വേണോ അതല്ല വീട്ടിൽ കൂടണമോ എന്ന് ചോദിച്ചപ്പോ, ജയിൽ വേണമോ എന്ന് ചോദിച്ചപ്പോ തങ്ങള് ആദർശത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന തങ്ങള് പറഞ്ഞു, എനിക്ക് ആദർശത്തിൽ നിൽക്കേണ്ടി വന്നു എന്നതുകൊണ്ട് ജയിലാണ് നിങ്ങൾ തരുന്നതെങ്കിൽ ആ ജയില് മണിയറയായും കയ്യാമും പൂമാലയായും ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജയിലിലേക്ക് പോയ പാണക്കാട്ട് തങ്ങളുടെ അതേ പിൻതലമുറക്കാരാണ് NDF ന്യായത്തിനും നീതിക്കും ഒരാദർശത്തിനും വേണ്ടി നിൽക്കുമ്പോ സ്റ്റേഷനിൽ പോകേണ്ടി വരും, ജയിലിൽ പോകേണ്ടി വരും എന്ന് വരുന്ന ഘട്ടത്തിൽ അവരെ വന്ന് അത് പറഞ്ഞ് പേടിപ്പിക്കുന്നത്. ദയവ് ചെയ്ത് മുസ്ലിം ലീഗിന്റെ ആളുകളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വിനയാന്വിതമായി പറയുവാനുള്ളത്, നിങ്ങളുടെ കഴിഞ്ഞകാല പാരമ്പര്യത്തെ കുറിച്ച് ഓർക്കണം. ഷഹാദത്തിനെ നിഷേധിക്കുമ്പോ രക്തസാക്ഷികളെ കുറിച്ച് പതില്ല എന്ന് പറയുന്നവർ മജീദ് റഹ്മാൻ കുഞ്ഞിപ്പമാരെ മറന്നു പോകരുത് കേട്ടോ. അറബി ഭാഷയ്ക്ക് വേണ്ടി ഇവിടെ ഒരു നിയമം വന്നപ്പോ 3 രക്തസാക്ഷികളെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സമുദായം ലീഗ് കൊടുത്തതല്ല, സമുദായം കൊടുത്തതാണ്. അന്ന് സമുദായം എന്ന് പറയുന്നത്, ലീഗ് എന്ന് പറയുന്നത് സമുദായമായിരുന്നു. ഈ സമുദായത്തെ ലീഗാക്കി നിങ്ങൾ ശണ്ഡീകരിച്ച് മതിൽക്കെട്ടുകളിൽ നിങ്ങളാണ് ഈ പുതിയ തലമുറയാണ് സൃഷ്ടിച്ചത്. ആ തിരിച്ചറിവ് നാട്ടിലെ കാരണവന്മാർക്കുണ്ടാകണം. നിങ്ങൾ അവരെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. പാവം മജീദിന്റെ ഈ 3 സഹോദരന്മാരുടെ ഭാര്യമാർ വിധവകളായി, കുട്ടികൾ അനാഥരായി, അവർ പോയത്തക്കാരാണ് എന്ന് നിങ്ങൾ പറയേണ്ടി വരും. ഇന്നത്തെ തലമുറ പറയേണ്ടി വരും. നിങ്ങൾ നടന്നു വന്ന ചരിത്രത്തിന്റെ പഴയ തലമുറയിലേക്ക് തിരിഞ്ഞു നോക്കി മാത്രമേ NDF നേരെ കാര്യങ്ങൾ പറയാവൂ എന്ന് ഓർമ്മപ്പെടുത്തുക
നടക്കുകയാണ്. പ്രിയപ്പെട്ട കാരണവന്മാർ 70% വരുന്നവർ ഇവിടുത്തെ ഒരു സംഘടനയുടെയും ആളുകളല്ലാത്ത നിഷ്പക്ഷമതികളായ സമുദായ താല്പര്യത്തോടൊപ്പം നിൽക്കുന്നവരോടാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ആരെന്തൊക്കെ പറയട്ടെ, NDF സമുദായത്തിന് വേണ്ടി നിൽക്കുന്നു, NDF സമുദായത്തിന് വേണ്ടി, മുസ്ലിം ഇസ്ലാമിന് വേണ്ടി നിൽക്കുന്നു. അതുകൊണ്ട് എല്ലാവരും ഞങ്ങളെ കല്ലെറിയുന്നു, ഞങ്ങളെ തകർക്കണമെന്ന് കമ്മ്യൂണിസ്റ്റുകൾ പറയുന്നു, RSS പറയുന്നു, BJP പറയുന്നു, മുസ്ലിം സാമുദായിക സംഘടനകൾ പറയുന്നു. എല്ലാവരും കൂട്ടായ്മ സംഘടിപ്പിക്കുകയാണ്. കോഴിക്കോട് മുതലക്കുളത്ത് എല്ലാവരും കൂടി ഒറ്റയ്ക്ക് പലവരും നോക്കി മഹല്ലില് ഭാരവാഹിത്വം കൊടുക്കരുത്, പാർട്ടി മെമ്പർഷിപ്പ് കൊടുക്കരുത്. എന്തൊക്കെ ബുദ്ധിമുട്ട് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ ഒറ്റപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോ ജനങ്ങൾ ഞങ്ങളെ ഒപ്പം കൂട്ടി, ഞങ്ങൾ സഹായിക്കണമെന്ന് പറഞ്ഞ് ജനങ്ങളിലേക്ക് കൈനീട്ടിയപ്പോ അകമൊഴിഞ്ഞ ആളുകൾ സഹായിച്ചു ഞങ്ങളെ. ഞങ്ങൾ പറയുന്ന കാര്യം ഹൃദയസ്പർശവും സമുദായ ടച്ചും ഉള്ളത് കൊണ്ട് ആളുകൾ ഞങ്ങളെ സ്വീകരിച്ചു. ആ സ്വീകരണത്തിന്റെ ഭാഗം ഞങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ പറയട്ടെ, ഞങ്ങൾ പറയുമ്പോ അത് അംഗീകരിക്കുന്ന ഈ ജനതയോട് പറയട്ടെ, ഞങ്ങൾ വളരെ കൃത്യമായി ഈ നാട്ടിലെ അടിസ്ഥാന വർഗത്തിന്റെ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. പക്ഷപാതിത്വമില്ലാതെ ഞങ്ങൾ ഇടപെടുന്നു. അതുകൊണ്ട് ഞങ്ങളെ തകർക്കാൻ വേണ്ടി കൂട്ടായ്മ സംഘടിപ്പിക്കുന്നു. ആരൊക്കെ നേരത്തെ പറഞ്ഞ പരസ്പരം സലാം ചെല്ലാത്തവർ, പരസ്പരം തുടരാത്തവർ, മുശ്രിക്കീങ്ങളാക്കുന്നവർ, ഇത് പുത്തൻ പ്രസ്ഥാനക്കാർ എന്നാരോപിക്കുന്നവർ എല്ലാവരും കൂടി ഒരുമിച്ച് ഇരുന്ന് ഇപ്പോ മുതലക്കുളത്ത് NDFനെ ഒറ്റപ്പെടുത്തണമെന്ന് പറയുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒറ്റപ്പെടുത്തണമെന്ന് പറയുമ്പോ പലവരും ഞങ്ങളെ ഒപ്പം കൂട്ടും എന്നിടത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ചരിത്രം രചിക്കുവാൻ ഒഴുക്കിനെതിരെ നീങ്ങുന്നവർക്ക് കഴിയൂ. നാട്ടിലെ കാരണവന്മാർ ചിന്തിക്കുക, എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തണമെന്ന് പറയുമ്പോ അതിലെന്തോ രഹസ്യമുണ്ട്. ഇവന്മാർ നമ്മുടെ സമുദായത്തിന്റെ ഒന്നിച്ചു നടക്കേണ്ട പരിപാടികളിൽ മുഴുവനും ഭിന്നിപ്പും അനൈക്യവും ഛിദ്രതയും ഉണ്ടാക്കിയവർ ഒരു കാര്യത്തിൽ ഒന്നിക്കുന്നു. നിങ്ങൾക്കറിയാമല്ലോ, പെരുന്നാള് സന്തോഷത്തോടുകൂടി ഒരുമിച്ച് ആഘോഷിക്കുവാൻ ഇവർ നമ്മളെ അനുവദിക്കുന്നില്ല. നമുക്കിടയിൽ വീട്ടിൽ, മഹല്ലിൽ, പള്ളികളിൽ ഭിന്നിപ്പ് അനൈക്യവും സൃഷ്ടിച്ച് മദ്രസകളിൽ മതിൽക്കെട്ടുകൾ ഉണ്ടാക്കി, പള്ളികളിൽ അടിപിടികൾ ഉണ്ടാക്കിയ ഇവർ NDFനെ എതിരെയുള്ള ഈ പോരാട്ടത്തിൽ ഒരുമിച്ച് നിൽക്കുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം സമുദായ വിരുദ്ധ ചേരികളെ, അമേരിക്കയ്ക്ക് വേണ്ടി പണിയെടുക്കുന്ന, RSSന് വേണ്ടി വിടുവേല ചെയ്യുന്ന, മുസ്ലിം വിരുദ്ധ ചേരികൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആളുകളെ, അവരുടെ രൂപഭാവങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവയെ ഒറ്റപ്പെടുത്തണമെന്ന് ഈ നാട്ടിലെ ജനങ്ങളോട് ഞങ്ങൾ പറയുകയാണ്. ഈ നാട്ടിലെ ജനങ്ങളോട് ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്. ഞങ്ങൾ പറയുന്ന കാര്യം നിങ്ങൾ നിഷ്പക്ഷതയോടുകൂടി വിലയിരുത്തിക്കൊണ്ട്, ഞങ്ങൾ ഇടപെടുന്ന കാര്യങ്ങളിൽ നിഷ്പക്ഷതയോടുകൂടി വിലയിരുത്തിക്കൊണ്ട് നിങ്ങൾ നോക്കിക്കാണണമെന്ന് ഈ നാട്ടിലെ ജനങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. RSSനെതിരെയുള്ള ശക്തമായ പ്രതിരോധത്തിന്റെ മതിൽക്കെട്ടുകൾ സ്ഥാപിച്ചിരിക്കുകയാണ് NDF. ഇവിടുത്തെ ജനങ്ങളോട് പറയുന്നത് അതാണ്. ആ ഭീകരവസ്തുവിനെ പ്രതിരോധിക്കണം. അതിന് ശക്തമായ പ്രതിരോധം നമ്മൾ സൃഷ്ടിച്ചെടുത്തേ പറ്റൂ. നാട്ടിലെ ജനങ്ങളോട് ഞങ്ങൾ പറയട്ടെ, ഞങ്ങൾ ആ മേഖലയിൽ ഉറച്ചു നിൽക്കുമ്പോ തീവ്രവാദികളും ഭീകരവാദികളുമായി ഞങ്ങൾ ആട്ടപ്പെട്ടു എന്ന് വന്നേക്കാം, ആട്ടിയോടിക്കപ്പെട്ടു എന്ന് വന്നേക്കാം. ആദർശത്തിൽ അടിയുറച്ചു നിൽക്കുമ്പോ ഒരു പക്ഷേ ഫറോവ ചക്രവർത്തിയുടെ അഗ്നികുണ്ടാരം, നമ്രൂദിന്റെ അഗ്നികുണ്ടാരം ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ആദർശത്തിൽ അടിയുറച്ചു നിൽക്കുന്നു എന്നതുകൊണ്ട് ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഫറോവയുടെ ക്രൂരമായ മർദ്ദനം പീഡിത ഇസ്രായേലി ജനവിഭാഗത്തിന് വേണ്ടി നിലനിന്നതുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. മക്കയിലെ വൃത്തികെട്ട ഖുറൈശി പ്രമുഖരുടെ ധിക്കാരപരമായ സമീപനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് തൗഹീദിന്റെ വചനവുമായി പ്രവാചക തിരുമേനി പ്രബോധന ദൗത്യം തുടങ്ങിയപ്പോ അവിടെ ഖുറൈശി പ്രമുഖരിൽ നിന്നും പ്രവാചക തിരുമേനിക്കും സച്ചരിതരായ സഹാബത്തിനും പ്രയാസങ്ങളും ഒറ്റപ്പെടുത്തലുകളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഞങ്ങളും അത് പ്രതീക്ഷിക്കുന്നു. അത് തന്നെയാണ്, അതിന്റെ ഓരോ ആവർത്തനങ്ങളാണ്, ചരിത്രത്തിലെ സംഭവങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആദർശത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഒരു പക്ഷേ കള്ളക്കേസിൽ കുടുക്കി പോലീസുകാർ ഞങ്ങളെ ജയിലിലടച്ചു എന്ന് വന്നേക്കാം. അതല്ലെങ്കിൽ RSSകാരാൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ
നേതാക്കന്മാർ വധിക്കപ്പെട്ടു എന്ന് വന്നേക്കാം. അങ്ങനെ സംഭവിച്ചാൽ നാട്ടിലെ നല്ലവരായ ജനങ്ങളോട് ഞങ്ങൾ പറയട്ടെ, ഉന്നത വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത ഞങ്ങളുടെ ഭാര്യമാർ വിധവകളായിക്കൊള്ളട്ടെ, നിഷ്കളങ്കതയുടെ നിറകുടങ്ങളായ പിഞ്ചോമന ഞങ്ങളുടെ മക്കൾ അനാഥകളായിക്കൊള്ളട്ടെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാർ പുത്രവിയോഗത്തിന്റെ ദുഃഖം കടിച്ചമർത്തിക്കൊള്ളട്ടെ. എന്നാൽ പോലും രാജ്യത്തിനെതിരായി ഗാന്ധിജിയെ കൊന്ന് ബാബരിപ്പള്ളി തകർത്ത് ഒരുപാട് മുസ്ലിം കൂട്ടക്കുരുതികൾക്ക് നേതൃത്വം കൊടുത്ത് കന്യാസ്ത്രീകളെ ചുട്ടുകൊന്ന് ബലാത്കാരം ചെയ്ത് രാജ്യത്ത് ധിക്കാരം നടത്തിക്കൊണ്ടിരിക്കുന്ന, ഭരണഘടനയെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന RSS എന്ന പ്രതിരോമ പിന്തിരിപ്പൻ പ്രതിരോമ ശക്തികളെ പ്രതിരോധിച്ച് മാത്രമേ NDF ദൗത്യത്തിൽ നിന്ന് പിന്തിരിയൂ. ഞങ്ങൾ ആ ദൗത്യത്തിൽ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യുമെന്ന് ആവർത്തിച്ച് ഇവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടി, NDF-ന് വേണ്ടി, ഇവിടുത്തെ ഞങ്ങളെ ശ്രമിക്കുന്ന മുഴുവൻ ആളുകളുടെ മുമ്പിലും ഞങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇതിൽ ഗൂഢാലോചനകളോ നിഗൂഢതകളോ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റിനെയും അലയടിക്കുന്ന അലമാലകളെയും ഗർജിക്കുന്ന ഇടിമുഴക്കങ്ങളെയും അതിജീവിച്ചുകൊണ്ടാണ് NDF 14 വർഷം പിന്നിട്ടിരിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിച്ചാൽ ഇതര സംസ്ഥാനങ്ങളിലേക്ക് ഇതായി പക്ഷി പാറിപ്പോയിട്ടുണ്ട്. ഉന്നതങ്ങളിൽ ഇന്ത്യയുടെ എല്ലാ മേഖലകളിലും പാറിക്കളിക്കുന്ന നിർഭയത്വത്തോടുകൂടി മുസൽമാനും ദളിതനും എല്ലാ ജനവിഭാഗങ്ങൾക്കും ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നത് വരെ സമര പോരാട്ടത്തിൽ ഉറച്ചു നിൽക്കും. നിങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും സഹകരണവും സഹായവും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രിയപ്പെട്ടവരോട് ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾ നൽകിയ ഈ സ്വീകരണത്തിന് ഹൃദ്യമായ ഭാഷയിൽ ജാഥാംഗം എന്ന നിലയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും.